എന്റെ കൂട്ടുകാരെയും പിന്നെ കെവിനെയും ഇസബെല്ലയൊക്കെ വിളിച്ച് ഒരു ആഘോഷം സംഘടിപ്പിക്കണം. എന്താഘോഷിക്കുന്ന കാര്യം നീ പറയുന്നേ? ഡിവോഴ്സ് ആഘോഷം. എന്താണ്? വിവാഹമോചന ആഘോഷം. ദേവികയും നന്ദനും പിരിയുന്നത് നമ്മൾ ഇവിടെ ആഘോഷിക്കുന്നു. അവര് ഡിവോഴ്സായി കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ എന്റെ ഒളിവ് ജീവിതം മതിയാക്കി പുറം ലോകത്തേക്ക് ഇറങ്ങുന്നത്. വേണ്ട ഋഷി, ആ രീതിയിലൊന്നും ചിന്തിക്കണ്ട. എന്താ? ഞാൻ നിന്നോട് നേരത്തെ തന്നെ പറയുന്നല്ലേ, ചന്ദ്രോത്തുമായിട്ടുള്ള വൈരാഗ്യം അവസാനിപ്പിക്കാൻ. ഞാൻ അന്ന് മുതൽ അമ്മയോടും പറയല്ലേ, എന്ത് വന്നാലും അത് പറ്റില്ലെന്ന്. എന്നെ അമ്മ ഈ ഭൂമിയിൽ ജീവിക്കാൻ പ്രേരിപ്പിച്ചത് ആ പ്രഭാവതിയോടും കുടുംബത്തോടുള്ള പകയല്ലേ? അമ്പലത്തിൽ വെച്ച് അമ്മ ഒന്ന് വീഴാൻ പോയപ്പോ ആ പ്രഭാവതി ഒന്ന് താങ്ങിപ്പിടിച്ചു. അമ്മയും കൊണ്ട് അവർ ഈ വീട്ടിലേക്ക് വരികയും ചെയ്തു. അതോടെ അമ്മയ്ക്ക് അവരോടുള്ള പിണക്കൊക്കെ മാറിക്കാണും. പക്ഷെ അമ്മയെപ്പോലെ അവസരത്തിനൊത്തു മാറാൻ എനിക്ക് പറ്റില്ല. ആ കുടുംബത്തെ മുഴുവൻ തീർത്തിട്ടേ ഞാൻ അടങ്ങൂ. ഋഷി മോനെ, വേണ്ടടാ. നോക്ക്, നിനക്ക് രണ്ടാം ജന്മം തന്നത് ആ ദേവികയല്ലേ? ഒരു അമ്മയെപ്പോലെയോ ഒരു സഹോദരിയെ പോലെയോ ഒക്കെ നിന്റെ കൂടെ നിന്ന് അവള് പരിചരിച്ചേ. അവളുടെ കുടുംബത്തിലുണ്ടായ പ്രശ്നങ്ങൾ പോലും വകവയ്ക്കാതെയാ നിനക്ക് വേണ്ടി ദേവിക ഓരോന്ന് ചെയ്തേ. അതൊന്നും നീ മറന്നുപോരുത്. പഴയ കാര്യങ്ങൾ പറഞ്ഞ് അമ്മ എന്റെ സെന്റിമെന്റ്സ് ഇളക്കാൻ നോക്കണ്ട മോനെ. അമ്മ എനിക്കതൊന്നും കേൾക്കണ്ട. അതിലും പഴയ കാര്യങ്ങൾ എനിക്കുണ്ട് പറയാൻ. എന്റെ ലീനയുടെ കാര്യം. ലീനയെ തിരിച്ചു തരാൻ അമ്മ ചന്ദ്രത്തുകാരോട് പറ. ഞാനൊക്കെ അവസാനിപ്പിക്കാം. മരിച്ചുപോയ ഒരാളെ ഇനി എങ്ങനെ തിരിച്ചു തരും? നീ എന്നെ മണ്ടിയാക്കുവാണോ? അമ്മയെ മണ്ടിയാക്കുന്നത് ഞാനല്ല, ആ ചന്ദ്രത്തുകാരാ. അമ്പലത്തിൽ വെച്ച് അമ്മയെ താങ്ങിയെടുത്തതും ഇവിടെ കൊണ്ടുവന്ന് കിടത്തിയതൊക്കെ ഒരു നാടകത്തിന്റെ ഭാഗമായിരുന്നു. സ്നേഹം കൂടി നമ്മുടെ വീട്ടിൽ കടന്നുകൂടിയിട്ട് നമ്മളെ ഇല്ലാതാക്കാൻ നോക്കുന്നതിന്റെ തുടക്കമായിരുന്നു അത്. അത് അമ്മയ്ക്ക് മനസ്സിലായിട്ടില്ല, പക്ഷെ എനിക്ക് പിടികിട്ടുന്നുണ്ട്. അങ്ങനെയൊന്നും അല്ല ഋഷി. നോക്ക്, യഥാർത്ഥത്തിൽ നിന്റെ പ്രതികാരം നീ നടത്തി കഴിഞ്ഞില്ലേ? ഇന്ന് ആ കുടുംബത്തിൽ നടക്കുന്ന സംഭവങ്ങൾക്ക് പിന്നിൽ നീയും ഇസബെല്ലയൊക്കെ കൂടി പ്ലാൻ ചെയ്ത കൊലപാതക നാടകമല്ലേ? മതി ഋഷി, അർഹിച്ചതിലും കൂടുതൽ അവർ അനുഭവിച്ചു കഴിഞ്ഞു. ഇനി അവസാനിപ്പിക്കാം. കണ്ടോ, ഏറ്റവും വലിയ ശത്രുവിന് വേണ്ടിയാ അമ്മ ഇപ്പൊ എനിക്കെതിരെ ശബ്ദമുയർത്തുന്നത്. അമ്മയെ സ്വാധീനിക്കാനുള്ള അവരുടെ എല്ലാ ശ്രമങ്ങളും വിജയിച്ചു കഴിഞ്ഞു. പക്ഷെ അമ്മയെ മയക്കെടുത്തതിനുള്ള പകയും ചേർത്തിട്ടേ ഞാൻ അവരോട് പകരം വീട്ടു. ഋഷി, അമ്മ പറയുന്ന അനുസരിക്കടാ. നമുക്കെല്ലാം നല്ല രീതിയിൽ അവസാനിപ്പിക്കാം. നമ്മൾ പകരം ചോദിക്കാതെ തന്നെ ആ കുടുംബം ഏതാണ്ട് തകർച്ചയിൽ തന്നെയാ. നമുക്ക് മാറാം, വിട്ടേക്കാം. പൂർണ്ണമായും അവരെ നശിച്ചു കണ്ടിട്ടേ ഞാൻ എന്റെ പ്രതികാരം അവസാനിപ്പിക്കൂ.